ചിലപ്പോൾ സാഡ് ആയിരിക്കും, ചിലപ്പോൾ ഡിപ്രസ്ഡ് ആയിരിക്കും. ഒരൊറ്റ സൊല്യൂഷനേ ഉള്ളൂ, ഫുഡ് കഴിക്കുക എന്നുള്ളത്. അപ്പോൾ നമുക്കിന്ന് ചീസി മാഗി പാസ്ത ഉണ്ടാക്കാം. സോ വെൽക്കം ടു മൈ വ്ളോഗ്. എന്നെ പോലെയാണോ നിങ്ങൾ? എനിക്ക് കരിയർ ടെൻഷൻ നല്ലോണം ഉണ്ട്. ഞാൻ എന്നെ തന്നെ ഒന്ന് ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് പുറത്തൊക്കെ പോകും, ചിലപ്പോൾ ഫുഡ് കഴിക്കും. ഇനി പുറത്ത് പോകാൻ കാശില്ലെങ്കിൽ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിൽ പോയി ഇതേപോലെ എന്തെങ്കിലും ഐറ്റം വാങ്ങിച്ച് ഉള്ളത് കൊണ്ട് ഉണ്ടാക്കി കഴിച്ചങ്ങ് അഡ്ജസ്റ്റ് ചെയ്യും. അങ്ങനെയുള്ളവരൊക്കെ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമ്മളിവിടെ ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കി അതിലേക്ക് കുറച്ച് സ്വീറ്റ് കോൺ ഇട്ട് കൊടുത്ത് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. അതൊന്ന് പെട്ടെന്ന് വെന്ത് കിട്ടും. അതിനുള്ള ഐഡിയ ആണ്, എൻ്റെ ഐഡിയ ആണ് കേട്ടോ അത്. എന്നിട്ട് നമ്മൾ മാഗി മസാല ഉണ്ടല്ലോ, സോറി പാസ്തയുടെ കൂടെ ഇടുന്ന മസാല, മാഗിയുടെ തന്നെ പാസ്ത, അത് ഇട്ട് കൊടുക്കുക. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക, നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ പാസ്ത പൊട്ടിച്ചിട്ട് കൊടുക്കുക, വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഈ പാസ്ത ദേ ഇത്രയൊക്കെ ചീസി ആയത് മതി എങ്കിൽ നിങ്ങൾക്ക് ഇത് ഇവിടെ വെച്ച് സ്റ്റൗ ഓഫ് ചെയ്ത് സെർവ് ചെയ്യാം. പക്ഷേ നമ്മളുടെ കാര്യം അതല്ലല്ലോ, കുറച്ചുകൂടെ ക്രീമി ആക്കണമെന്നല്ലേ. അപ്പോഴല്ലേ കഴിക്കുമ്പോൾ നമുക്കൊരു സംതൃപ്തി അല്ലെങ്കിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുള്ളൂ. അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ചുകൂടെ ഞാൻ ഒന്ന് കുറുക്കി എടുക്കുന്നുണ്ട്. നന്നായിട്ട് കുറുകി വരുന്ന വരെ വെയിറ്റ് ചെയ്യണം. എന്നിട്ട് നമ്മൾ കുറച്ച് ചീസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മോസറല്ല ചീസോ, കയ്യിൽ കിട്ടിയ ഏത് ചീസ് വേണമെങ്കിലും നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ചീസ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യുന്നതാണ് ആലോചിക്കുന്നത്? കുറച്ച് പശുവിൻ പാലുണ്ടാവില്ലേ, അതെടുത്ത് ഒഴിക്കുക, കുറുക്കുക. അപ്പോൾ സാധനം സെറ്റാണ്. പക്ഷേ ഈ ചീസ് ആഡ് ചെയ്യുന്നതിൻ്റെ അത്രയ്ക്ക് ടേസ്റ്റ് വരില്ല. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് സോയാ സോസോ ടൊമാറ്റോ സോസോ മയണൈസോ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ട് കുറുക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അതായത് വെള്ളം വറ്റിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മളുടെ ചീസി പാസ്ത. നന്നായിട്ട് കുറുക്കിയെടുത്തതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്യാം. എത്രത്തോളം കുറുക്കിയെടുക്കുന്നോ അത്രത്തോളം ചീസി ആവും. പിന്നെ അടി പിടിക്കാതെ നോക്കണം, അതായത് കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇനി നമ്മൾക്ക് സെർവ് ചെയ്യാനുള്ള സമയമായി. നിങ്ങൾക്ക് പാസ്ത ഇഷ്ടമാണോ, മാഗി ഇഷ്ടമാണോ, പിന്നെ ഡിപ്രസ്ഡോ സാഡൊക്കെ ആവുകയാണെങ്കിൽ എന്ത് ഫുഡാണ് നിങ്ങൾ വാങ്ങിച്ച് കഴിക്കുക എന്നുള്ളതും കൂടെ കമൻറ്റ് ചെയ്യണം. നമ്മളുടെ പാസ്ത റെഡി ആയിട്ടുണ്ട്. ഇത് ചൂടോടുകൂടെ എടുത്ത് കഴിച്ചു കഴിഞ്ഞാൽ വായിലൊട്ടുവേ, കുറച്ചൊന്ന് തണുത്തിട്ട് വേണം കഴിക്കാൻ. ഇത്രയേ ഉള്ളൂ നമ്മളുടെ മാഗി പാസ്ത. സിമ്പിളാണ്, ഈസിയാണ്, ചീസിയാണ്. ഇഷ്ടപ്പെട്ടവരൊക്കെ കമൻറ്റ് ചെയ്യുക കേട്ടോ. ലൈക്ക് കൂടി ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പാസ്ത ലവേഴ്സ് നിങ്ങളുടെ ഗ്യാങ്ങിലുണ്ടെങ്കിൽ അവർക്കൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം മറക്കണ്ട, സാഡോ ഡിപ്രസ്ഡ് നിങ്ങൾ എന്താ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.